ജനറൽ, അതായത് ഇപ്പൊ നമ്മള് നോർമൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ, അതായത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളതാണ്, ഇതിനെ ഒരു ജനറലൈസ്ഡ് ഫോമിലേക്ക് കൊണ്ടുവരാനാണ്. അതായത് നേരത്തെ പഠിച്ചത് എല്ലാ കണ്ടീഷൻസ്, ഒരു കണ്ടീഷൻസ് പോലും ഇപ്പൊ C1 C2 അപ് ടു എക്സെട്ര CT ഇതിൽ ഒരു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്ത കേസാണ് നമ്മൾ നേരത്തെ പഠിച്ചതെങ്കിൽ ഇനി നോക്കാൻ പോകുന്നത് ഇതിൽ പർട്ടിക്കുലർ ആയിട്ട് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും, കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യൂല. അങ്ങനത്തെ കേസാണ് നോക്കാൻ പോണത്. അങ്ങനത്തെ കേസുകൾ വരികയാണെങ്കിൽ എങ്ങനെ ചെയ്യും, അതാണ് ഈ ജനറലൈസേഷൻ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്ലൂഷൻ ആൻഡ് എക്സ്ക്ലൂഷനിൽ പറയുന്നത്. അതായത് കൺസിഡർ എ സെറ്റ് വിത്ത് cardinality of S equal to n and C1 C2 up to etc CT be the conditions. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. We have seen the formula with none of the conditions are satisfied. അതായത് നമ്മൾ നേരത്തെ കണ്ടീഷൻ കണ്ട ഫോർമുല എന്ന് വെച്ചാൽ ഒരൊറ്റ കണ്ടീഷന് സാറ്റിസ്ഫൈ ഇല്ല. ഇനി കാണാൻ പോണോന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ കുറെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാണ്. അതിനെ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ EM എന്നായിരിക്കും ഡിനോട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് we determine the number of elements in S that satisfy exactly M of the T conditions and is denoted by EM. അങ്ങനെയുള്ള ഒരു ഇത് വരെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പം അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് E1 ഈക്വൽ ടു N. ഇപ്പോൾ ഞാൻ E1 നൽകുന്ന C1 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, ബാക്കി കണ്ടീഷൻസ് ഒന്നും C1 C2 C3 CT എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യൂല. അടുത്തതെന്ന് പറയുമ്പോൾ N ഓഫ് C1 C2 സാറ്റിസ്ഫൈ ചെയ്യും, ബാക്കി ഒന്നും സാറ്റിസ്ഫൈ ചെയ്യൂല. ഈ E1 കണ്ടുപിടിക്കുമ്പോൾ നമ്മളുള്ള ഫോർമുല എന്ന് പറയുന്നത് അങ്ങനെ CT സാറ്റിസ്ഫൈ ചെയ്യും, ബാക്കി ഒന്നും സാറ്റിസ്ഫൈ ഇല്ല, അതായിരിക്കും E1. E2 എന്ന് പറയുന്നത് C1 C2 സാറ്റിസ്ഫൈ ചെയ്യും, ബാക്കി ഒന്നും സാറ്റിസ്ഫൈ ചെയ്യൂല. അതുപോലെ പ്ലസ് അപ് ടു എക്സെട്ര ലാസ്റ്റ് രണ്ടെണ്ണം സാറ്റിസ്ഫൈ, അതിന് മുമ്പുള്ള ഒരു കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യൂല. അങ്ങനെയായിരിക്കും ഇത് ഡിനോട്ട് ചെയ്യണത്. അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ആകെ ഇതിലൊരു 1-2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പൊ ഇതിനെ നമുക്ക് ഇതൊരു മറ്റേ ഈ വെൻ ഡയഗ്രാം എന്ന് പറയും. ഈ വെൻ ഡയഗ്രാം വെച്ച് ഇതിനെ നമുക്ക് when T equal to 3 we can represent using the diagram. ഇത് വെൻ ഡയഗ്രാം, അത് ജസ്റ്റ് ഡയഗ്രാം ആയിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അത് C1 C2 C3 അതിൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ, അതായത് കോമൺ ആയിട്ട് C1 ഉം C2 ഉം കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സെക്ഷൻ ആണ് ഇത്, ഈ 5 എന്ന് എഴുതിയിരിക്കുന്നത്. C2 ഉം C3 ഉം കോമൺ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്ഥലമുണ്ട്. C3 ഉം C1 ഉം കോമൺ ആയിട്ട് വരും. 3ഉം കോമൺ ആയിട്ട് വരുന്ന ഒരു സെക്ഷൻ ആയിരിക്കും ഈ 8 എന്ന് എഴുതിയിരിക്കുന്നത്. അതാണ് ഈ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് വേറൊന്നുമില്ല, അത് വൺ ഡയഗ്രാം വെച്ച് ഇതിന് കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറെ കുറച്ച് എടുക്കുകയാണ്. അതായത് S1 ഈക്വൽ ടു N ഓഫ് C1 പ്ലസ്, അതായത് നമുക്ക് ഇനി ഈ E1 ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റൂലല്ലോ, ഒരു ഫോർമുലയായിട്ട് എഴുതണമല്ലോ. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് കിട്ടൂല. പിന്നെ ആ ഫോർമുലയിലേക്ക് പോവുകയാണ്. That is S1 equal to N of C1 plus N of C2 plus N of C3. S2 equal to N of C1 C2 plus N of C1 C3 plus N of C2 C3. S3 equal to N of C1 C2 C3. അങ്ങനെ S1 S3 S4 S5 അങ്ങനെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ E1 എന്ന് പറയുന്നത് S1 minus 2 into S2 plus 3 into S3 ഇതായിരിക്കും. അതായത് ഒരു ഒറ്റ കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്യും, ബാക്കി ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാതെ വരുന്ന കേസാണ് E1 എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യണത്. അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എക്സാക്ട്ലി M of the T conditions are satisfy exactly M of the T condition and is denoted by E1. അതായത് ഒരു ഒറ്റ കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്യും, ബാക്കി ഒന്നും സാറ്റിസ്ഫൈ ചെയ്യൂല. അങ്ങനെ വരുന്ന ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഈ എഴുതിയിരിക്കുന്നത്. അതിനെ ഒരു ജനറലൈസ്ഡ് വേർഷൻ എഴുതുമ്പോഴാണ് ഈ S1 plus 2C1 S2 plus 3C2 S3 എന്ന് വരുന്നത്. ഈ S1 S2 S3 കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. S1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കേസ് മാത്രം. ഇതിപ്പം പ്ലസ് ഇങ്ങനെ പോവാം, നമുക്ക് എത്ര കേസുകളുണ്ടോ അത് വെച്ച്. ഇതിപ്പോ 3 കേസ് എടുക്കണോണ്ട് ഇങ്ങനെ. S2 എന്ന് പറയുമ്പോൾ 2 എണ്ണം മാത്രം എടുക്കുന്നത്. S3 എന്ന് പറഞ്ഞാൽ 3 എണ്ണം. അപ്പൊ കുറേ കേസുകളുണ്ടെങ്കിൽ S4 വരും, S5 വരും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിനെല്ലാം കൂടെ ചേർത്തുള്ള ജനറലൈസ്ഡ് ഫോർമുല, അതായത് ജനറലൈസിങ് ഫോർ ഈച്ച് വൺ
less than or equal to m less than or equal to t, the number of elements in S that satisfy exactly m is given by of the condition C1, C2 up to etc. Ct is given by E of Em equal to Sm. അതായത് നമ്മൾ S1, S2 ഇങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. S1 മൈനസ് S1 എന്ന് പറയുമ്പോൾ ഇത് ഒറ്റ കണ്ടീഷൻസിന്റെ എല്ലാം കൂടെ ആഡ് ചെയ്ത് ഒറ്റ കണ്ടീഷനെ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സിന്റെ സമായിരിക്കും SM എന്ന് ഈ ഫസ്റ്റ് ഇതിൽ പറഞ്ഞത്. S2 എടുത്തിരിക്കുന്നത് എന്താണ്? രണ്ട് കണ്ടീഷൻസിന് എല്ലാം കൂടെ ആഡ് ചെയ്തത് m+1 C1 SM+1 ഇത് രണ്ട് കണ്ടീഷൻസ് എന്ന് വെച്ചോ. ഇത് വരുമ്പോ ഈ ഒരു ഇത് പറയുന്നത് 3 കണ്ടീഷൻസ് വരും. ഇവിടെ പ്ലസ് മൈനസ് അൾട്ടർനേറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അത് നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ട ഫോർമുല എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യാത്തതാണ് കണ്ടുപിടിച്ചെങ്കിൽ ഇവിടെ എക്സാക്ട്ലി എം സാറ്റിസ്ഫൈ ചെയ്യും, ബാക്കി ഒന്നും സാറ്റിസ്ഫൈ ചെയ്യൂല. അങ്ങനെ എത്ര എണ്ണം കാണുന്നു കണ്ടുപിടിക്കാനാണ് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം, അപ്പൊ കുറച്ചും കൂടെ ക്ലാരിറ്റി വരും. അപ്പൊ ഇവിടെ എക്സാമ്പിള് ഡിറ്റർമൈൻ ഇൻ ഹൗ മെനി വേസ് ക്യാൻ ദി ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് arrangement be arranged so that there are exactly 2 pairs of consecutive identical letters. അതായത് AA, RR, NN ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്ന ലെറ്റേഴ്സ് അല്ലേ. ഇതെല്ലാം ഒരുമിച്ച് വരുന്ന എക്സാക്ട്ലി 2 pairs of consecutive identical letters ഒരുമിച്ച് വരുന്ന എങ്ങനെ വന്നാൽ എത്ര അറേഞ്ച്മെന്റ് അങ്ങനെ വരണം, അത് എത്ര കൊണ്ടിരിക്കും. അറ്റ്ലീസ്റ്റ് 2 pairs of consecutive ഇതിപ്പം എക്സാക്ട്ലി രണ്ടെണ്ണം, എക്സാക്ട്ലി രണ്ടേ വരാൻ പാടുള്ളൂ. അറ്റ്ലീസ്റ്റ് 2 പേര് പറഞ്ഞെങ്കിൽ അങ്ങനെ 2 കേസുകൾ നമ്മൾ കണ്ടുപിടിക്കാൻ പാടില്ല. അതായത് ഇവിടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി രണ്ടെണ്ണേ പാടുള്ളൂ. അതായത് വേറെ ഒന്നും ഒരുമിച്ച് വരാൻ പാടില്ല. അപ്പൊ ഞാൻ എയും ആറും ആണ് എടുക്കണമെങ്കിൽ ബാക്കി എന്നും ഇയും ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് വരരുത്. അപ്പം എയും ഇവിടെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 പേഴ്സ്. അതായത് ഇപ്പൊ ഞാൻ ഇവിടുത്തെ കേസിൽ വരുമ്പോ എ വരാം, ആറ് എൻ, ഈ ഒരു കേസ് വരാം എ ആറ് എൻ, ഇങ്ങനെ ഒരു കേസ് വരാം. അതായത് ഈ നമ്പർ ഈ ലെറ്റേഴ്സിന്റെ റിപ്പീറ്റേഷൻസ് എ ആർ ആർ എൻ എൻ, അതായത് ഈ ലെറ്റേഴ്സ് എല്ലാം കൂടി ഈ അറേഞ്ച്മെന്റ് ഇതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരുമിച്ച് വരും. ബാക്കി ലെറ്റേഴ്സ് എല്ലാം മാറി മാറി പോകും. ഈ 3 അങ്ങനെ ആ ഒരു കേസാണ് അറ്റ്ലീസ്റ്റ് 2 പേഴ്സ്. ഇത് എക്സാക്ട്ലി അത് 2 എണ്ണേ പാടുള്ളൂ. ഇത് അറ്റ്ലീസ്റ്റ് 2 എണ്ണം കാണും. അത് 3 ആവാം, 4 ആവാം, 5 ആവാം, അങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും പോവാം. അത് 2 എണ്ണം കമ്പൽസറി ആയിട്ട് കാണും. പക്ഷെ എത്ര എണ്ണം വേണമെങ്കിലും ആകാം. പക്ഷെ ഇവിടെ 2 പേഴ്സേ കാണാവൂ. അപ്പൊ നമുക്ക് in the word arrangement there are 11 letters. That is 2 എകളുണ്ട്, 2 ആറുകളുണ്ട്, 2 ഈകളുണ്ട്, 2 എൻ ഉണ്ട്, 1 ജി, 1 ടി, 1 എം. ഇതാണ് ഈ അറേഞ്ച്മെന്റ് എന്നുള്ള വേർഡിലുള്ള ലെറ്റേഴ്സ്. 11 ലെറ്റേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് ടോട്ടൽ, അതായത് നമുക്ക് ടോട്ടൽ എത്ര പെർമ്യൂട്ടേഷൻസ് കിട്ടും നോക്കാം. അതായത് പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും കൊടുക്കാതെയുള്ള പെർമ്യൂട്ടേഷൻസ് നമ്പർ എത്ര എണ്ണം ആദ്യം കണ്ടുപിടിക്കാൻ പോകണം. നമ്മളത് ഫസ്റ്റ് പെർമ്യൂട്ടേഷന്റെ സെക്ഷൻ പഠിച്ചപ്പോൾ ഫോർമുലയാണ് n ഫാക്ടോറിയൽ ബൈ n1 ഫാക്ടോറിയൽ ഇൻറ്റു n2 ഫാക്ടോറിയൽ ഇൻറ്റു n3 ഫാക്ടോറിയൽ, വേർ n1 n2 n3 denotes the number of repetitions. അതായത് എത്ര എണ്ണം ഒരുമിച്ച് വരും എന്നുള്ളത്. ഈ ഒരു ഫോർമുല നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫോർമുല ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോണത്. ഇവിടെ n എന്ന് പറയുന്ന 11 ഫാക്ടോറിയൽ, ഇവിടെ എ ആറ് ഇ എൻ റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് ആണ്. അപ്പൊ അതെല്ലാം അത് റിപ്പീറ്റ് ചെയ്യണത് 2 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്യണത്. അതായത് എ 2 എണ്ണം ഉണ്ട്, ആറ് 2 എണ്ണം ഉണ്ട്, ഇ 2 എണ്ണം ഉണ്ട്, എൻ 2 എണ്ണം ഉണ്ട്. അതാണ് ഇവിടെ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഇൻറ്റു 1 ഫാക്ടോറിയൽ വരും. അപ്പൊ ഈ 1 ഫാക്ടോറിയൽ പ്രത്യേകിച്ചൊന്നുമില്ല, 1 അല്ലേ. അപ്പൊ 2 ഫാക്ടോറിയൽ ഹോൾ റേസ് ടു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് വലിയൊരു നമ്പർ ആണ്, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ അതായത് ടോട്ടൽ, അതായത് നമ്മൾ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും കൊടുക്കാതെയുള്ള എത്ര അറേഞ്ച്മെന്റ് കിട്ടും എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അതാണ് ഈ ഇത് എന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻസ് കൊടുക്കാതെ. ഇനി കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യണം, ഓരോ കേസ് ആയിട്ട് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. അതിലേക്ക് പോവാം. 4 1 ലെസ് ആണ് കൊണ്ട് I ലെസ് ആണ് കൊണ്ട് 4, അതായത് 4 ലെറ്റേഴ്സ് ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യണത്. എ ആർ ഇ ആൻഡ് എൻ.
എൻ ഓഫ് സി ഐ, അതായത് ഇവിടെ എ മാത്രം ഞാൻ എടുത്തു. എനെ നേരത്തെ നമ്മൾ കാറ് ഡോഗ് ബൈറ്റിലൊക്കെ കണ്ടില്ലേ, അതായത് ഇപ്പൊ ആർ എൻ എൻ ഇ ഇ ജി ടി എം. അതായത് നമ്മൾ നേരത്തെ കണ്ട പോലെയാണ് കാറ് ഡോഗ് ബൈറ്റ് ഒക്കെ കണ്ട. അപ്പൊ കാറിനെ നമ്മൾ ഒറ്റ വാക്കായിട്ട് എടുത്തു, അതായത് ഒറ്റ ലെറ്റർ ആയിട്ട് എടുത്തു, ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഫസ്റ്റ് കേസ് C1 denote 2 AIs ആയി ടുഗദർ, അത് രണ്ട് എകളെ ടുഗദർ ഒരുമിച്ച് വെച്ചു, അതായത് ഒറ്റ വാക്ക്. ബാക്കി എല്ലാത്തിനും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതി. അതായത് രണ്ട് ബാക്കിയും റിപ്പീറ്റ് ഉണ്ട്, ഇപ്പൊ 6 റിപ്പീറ്റ് ഉണ്ട്, ഈ എന്നൊക്കെ റിപ്പീറ്റ് ആണ്. പക്ഷെ അതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതി. എനെ മാത്രം ഒരുമിച്ച് വെച്ചു. അപ്പൊ അങ്ങനെ ഒരു 11 ലെറ്റേഴ്സ് മൊത്തം ഉണ്ടായിരുന്നു. എനെ ഞാൻ ഒരുമിച്ച് വെച്ചു. അപ്പൊ ഇവിടെ എത്ര എണ്ണം വരും? N = 10 ആവും. എനെ മാത്രം ഞാൻ ഒരുമിച്ചാക്കി. അതാണ് ഫസ്റ്റ് കേസ് C1 എന്നുള്ള ഡിനോട്ട് ചെയ്യണത്. അപ്പൊ അതെന്ത് വരും? 10 ഫാക്ടോറിയൽ ബൈ എനെ ഞാൻ ഒരുമിച്ച് വെച്ചല്ലോ, ഇപ്പൊ അതിനെ നമ്മൾ നോക്കുന്നില്ല. അപ്പൊ ആറും എന്നും ഇയും ആണ് റിപ്പീറ്റിംഗ് ലെറ്റേഴ്സ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ, ബാക്കി 1 ഫാക്ടോറിയൽ ഇങ്ങനെ വരും. അത് 1ന്റെ ആവശ്യം എഴുതാൻ, ഈ 1 ഫാക്ടോറിയൽ എന്നുള്ള സംഭവം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം 1 ആണ്. 1 ഫാക്ടോറിയൽ = 1 ആണ്. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് ഒരു ചേഞ്ച് മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യുന്ന കേസിൽ വരാത്തതുകൊണ്ട് അത് എഴുതിയിലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇവിടെ 1 ഫാക്ടോറിയൽ എടുത്ത് എഴുതാത്തത്. അപ്പൊ ഇതേ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഈ വാല്യൂ കിട്ടും. അതായത് നേരത്തെ അതേ മെത്തേഡ് തന്നെ ഫോർമുലയിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് കേസ് A's are all that denote 2 A's are together. ഈ എകൾ മാത്രം ടുഗദർ വരുന്ന എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇത് കിട്ടും. അപ്പൊ എകൾ മാത്രം ഒരുമിച്ചെടുത്തിട്ടുള്ളത് ഇത് കിട്ടുകയാണെങ്കിൽ ആറുകൾ ഒരുമിച്ചെടുത്താലും എന്നെ ഒരുമിച്ചെടുത്താലും ഈ ഒരുമിച്ചെടുത്താലും ഒക്കെ ഈ സെയിം തന്നെ കിട്ടും. അതായത് N of C1 = N of C2 = N of C3 = N of C4 ആയിരിക്കും. അത് നേരത്തെ നമ്മൾ കണ്ടത് തന്നെ. അതെല്ലാം ഈ വാല്യൂയിലേക്കായിരിക്കും പോകുന്നത്. ഇനി അടുത്തത് CI/CJ. നേരത്തെ പോലെ തന്നെ ഇവിടെ എന്ത് പറ്റി? ഇവിടെ നമ്മൾ നേരത്തെ എ മാത്രം ഒരുമിച്ച് ഞാൻ എടുത്തു. ഫസ്റ്റ് വൺ C1 C2 എന്ന് എടുത്തോ, എ മാത്രം ഒരുമിച്ച് എടുത്തു. ഇവിടെ C1 C2 വരുമ്പോൾ എയും ആറും ഒരുമിച്ച് വന്നു. ബാക്കിയെല്ലാം ഞാൻ അവിടെ വെറുതെ സെപ്പറേറ്റ് ചെയ്ത് ഇട്ടു. ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ സെപ്പറേറ്റ് ചെയ്ത് അങ്ങ് ഇട്ടു. അപ്പൊ എന്തായി? എത്ര ഉണ്ടായി? ഇത് 1, ഇത് ഒരു കേസ്, ഇത് 1, ബാക്കി 1 2 3 4 5 6 7. അപ്പൊ 7 + 2 = 9. ഇവിടെ N = 9 വരും. നേരത്തെ പോലെ അതേ സ്റ്റെപ്പ്, അതേ ഫോർമുല അതിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ആൻസർ ഇത് കിട്ടും. ഇനി അടുത്ത കേസ് C1 C2 C3, അതായത് AA RR NN ഇതിനെല്ലാം മാത്രം ഒരുമിച്ച് ഞാൻ എടുത്തു. ബാക്കി നേരത്തെ പോലെ സെപ്പറേറ്റ് ചെയ്തിട്ടു. അപ്പോഴും നമുക്കൊരു വാല്യൂ അതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് എണ്ണങ്ങനെ കൂടി വരുന്നു. ആ ഒരു ചേഞ്ച് മാത്രമേ ഈ ഇതിൽ വരുള്ളൂ. അതായത് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും നിൽക്കേണ്ട, അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ഈ ഒരു ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ കാണുമ്പോൾ നമുക്ക് ലെങ്തി ആയിട്ട് തോന്നും, പക്ഷെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകതയാണ് ഒരെണ്ണം ചെയ്താൽ തന്നെ ബാക്കിയും കൂടെ കിട്ടും. അങ്ങനെ എല്ലാ കേസുകളും, അതായത് 4 കേസും വരുന്ന വരെയുള്ള നമുക്ക് ആൻസർ കിട്ടി. ഇനി അടുത്തത് നമുക്ക് ആൻസറിലേക്ക്, അതായത് 2 കണ്ടീഷൻസ് തന്നിട്ടുണ്ടല്ലോ, എക്സാക്ട്ലി 2 പെയർസും അറ്റ്ലീസ്റ്റ് 2 പെയർസും എന്നുള്ള. ഇനിയിപ്പോ അത് കണ്ടുപിടിക്കാൻ പോകാം. അതായത് നൗ CI can happen in 4C1 ways. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് N of C1 C2 C3 C4 എല്ലാം ഈക്വൽ ആയിട്ട് വരും എന്ന് പറഞ്ഞല്ലോ, അതിനെ എഴുതിയിരിക്കുന്നതാണ്. N of CI can happen in 4C1 ways. അതിനെ ഒരു ടേം ആയിട്ട് കണ്ടീഷൻ ആയിട്ട് എഴുതിയിരിക്കുന്നേ ഉള്ളൂ. That is, out of 4 identical items, 1 identical set say A is chosen. അതായത് ഞാൻ നേരത്തെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു, അതിനെ മാത്തമാറ്റിക്കലി എഴുതിയിരിക്കുന്ന സെന്റൻസ് ആണ് ഇത്, പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് N of C1 എടുത്തു,
ഇതുപോലെ തന്നെ ആയിരിക്കും ഇപ്പൊ എ എന്നുള്ള കേസ് എടുത്തല്ലോ, C1 എന്ന് പറഞ്ഞാൽ എ എന്നുള്ളത്. അതുപോലെ തന്നെ സിയും ഐഡന്റിക്കൽ ആയിട്ടുള്ള രീതി തന്നെയാണല്ലോ RR എടുക്കുമ്പോഴും വരുന്നത്. അതേ ഐഡന്റിക്കൽ രീതി തന്നെ NN എടുക്കുമ്പോഴും വരുന്നത്. അതേ ഐഡന്റിക്കൽ രീതി തന്നെയാണ് ഈ വരുമ്പോഴും വരുന്നത്. അതാണ് ഈ ഒരു ഒറ്റ സെന്റൻസിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നമ്മളെ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. സോ S1 ഈക്വൽ ടു, S1 എന്താണ് നേരത്തെ ഫോർമുലയിൽ കണ്ടത്? N of C1 plus N of C2 plus N of C3 അല്ലെ? S1 പ്ലസ് പ്ലസ് അപ് ടു എക്സെട്ര പ്ലസ്. അപ്പൊ അതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ S1 ഈക്വൽ ടു 4C1 ഇൻറ്റു N of C1. അപ്പൊ എന്ത്, അത് 4C1 വാല്യൂ ഈക്വൽ ടു 4 ആണ്, ഇൻറ്റു N of C1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ ഈ ഒരു വലിയ വാല്യൂ കിട്ടും. അതുപോലെ S2, S3, S4 കിട്ടും. അതായത് ഓരോ കണ്ടീഷൻ C1, C2 വരുമ്പോൾ എന്ത് വരും? C1, C2, C3 വരുമ്പോൾ C1, C2, C3, C4 വരുമ്പോൾ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് തന്നെ, വേറെ ഒന്നുമില്ല. അതായത് C1, C2 നമ്മൾ പറഞ്ഞു എയും RR ഒരുമിച്ച് വരുന്നത്. അതിപ്പോ എൻ ഒരുമിച്ച് വന്നാലും RR ഈ ഒരുമിച്ച് വന്നാലും ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഐഡന്റിക്കൽ തന്നെയല്ലോ, പ്രത്യേകിച്ച് ഒരു ചേഞ്ചും അതിൽ വരുന്നില്ല. നേരത്തെ കണ്ട ക്വസ്റ്റ്യൻസിലൊക്കെ ഉള്ള പ്രത്യേകതയാണ്. അതായത് എങ്ങനെ കേസ് എടുത്താലും ഒക്കെ ഐഡന്റിക്കലി ഉള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എ പാർട്ട് നോക്കാം. When there are exactly two pairs of consecutive identical letters, the number of arrangements in the set satisfy exactly m equal to 2 of the condition. അതായത് എക്സാക്ട്ലി രണ്ട് പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി രണ്ട് പേഴ്സ്. അതായത് ഞാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എയും ആറും മാത്രം എക്സാക്ട്ലി രണ്ടെണ്ണം എടുത്തു. ബാക്കി എല്ലാം അതായത് ഈ എല്ലാം മാറി മാറി വരണം. അതായത് ഒരുമിച്ച് വരരുത്. ഈ ഒന്നും ഒരുമിച്ച് വരാൻ പാടില്ല. എയും ആറും മാത്രം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ എടുക്കണേ, അത് മാത്രം ഒരുമിച്ച് വരാൻ പാടുള്ളൂ. എയും ആറും ആ സമയത്ത് ഒരുമിച്ച് വരാൻ പാടില്ല. അങ്ങനെ വരികയാണെങ്കിൽ എത്ര എണ്ണം നമുക്ക് ആ സെറ്റിൽ നിന്ന് കിട്ടും എന്നുള്ള കണ്ടുപിടിക്കാനാണ്. ദാറ്റ് ഇസ് E2 എന്ന് ഞാൻ അതിനെ ഡിനോട്ട് ചെയ്തു, വിച്ച് ഇസ് ഈക്വൽ ടു E2 ആയതുകൊണ്ട് S2 മൈനസ് 3 C1 S3 പ്ലസ് 4 C4 S4. അതായത് ഈ ഫോർമുലയാണ് എടുത്തിരിക്കുന്നത്. ഈ ഫോർമുലയിൽ നമ്മൾ എമ്മിന്റെ കണ്ടീഷൻ വെച്ച് ഫോർമുല ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ M ഈക്വൽ ടു 2 ആണ് കൊടുത്തത്. അതുകൊണ്ടാണ് S2 മൈനസ് 3 C1 S3 അങ്ങനെ പോകുന്നത്. അതായത് രണ്ട് കണ്ടീഷൻസ് ഒരുമിച്ച് വരുന്നത് കൊണ്ട് മാത്രം. അത് നമുക്ക് ഈ S2, S3, S4 ഒക്കെ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ വാല്യൂ നമുക്ക് കിട്ടും. ഇനി അടുത്ത അറ്റ്ലീസ്റ്റ് M എന്നുള്ള കണ്ടീഷനാണ്. അതും ഇതേ സെയിം തന്നെയാണ്, പക്ഷെ രണ്ടെണ്ണത്തിൽ കൂടുതലോ ആകാം. അങ്ങനെ വരുമ്പോ അതിലൊരു ചേഞ്ച് വരും. അതായത് S2 മൈനസ് 2C1 S3 പ്ലസ് 3C1 S4. M കൂടുതലൊന്നാണ്, അതുകൊണ്ട് 3 അങ്ങനെ നമ്മൾ എമ്മിന്റെ ചേഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ഇങ്ങനെ എഴുതും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത്. ഇത്രയാണ് ഈ ഒരു ഇതിൽ പറഞ്ഞത്. ഇതിലും ഞാൻ അധികം ക്വസ്റ്റ്യൻസ് കണ്ടില്ല, ഇത്രേ ഉള്ളൂ അതില്. അപ്പം ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരു ചെറിയ ടോപ്പിക് കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ മോഡ്യൂൾ തീരും. കുഞ്ഞു ടോപ്പിക്കാ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?